ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഞാനിന്നൊരു ഒരാളെ ഡീൽ ചെയ്തായിരുന്നു. അപ്പോൾ ആ പുള്ളിയുടെ ഒരു സംഭവമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ വിവരിക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടുതൽ ഡിസ്ക്രിപ്റ്റീവും എലാബറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ വൈകാതെ തന്നെ ചെയ്യുന്നതാണ്. കാരണം ഇത് നമുക്ക് അറിയേണ്ടതാണ്. കാരണം ഇപ്പോൾ ഡിജിറ്റൽ ബാങ്കിങ് ഒക്കെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതായത് സംഭവം എന്ന് വെച്ചാൽ ഇത് രണ്ടു നേരമായിട്ട് എനിക്ക് അറിയാം. ഒരാളുടെ പോയിന്റിൽ അത് നല്ല സംഭവമാണ്, മറ്റൊരാളുടെ പോയിന്റിൽ ഒക്കെ ഒരു മോശം അനുഭവമാണ് ഉണ്ടായത്. രണ്ട് സംഭവം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പറഞ്ഞു തന്നത് തേർഡ് പാർട്ടി ആപ്പുകൾ, ബാങ്കിങ്ങുമായി റിലേറ്റഡ്, ബാങ്കിങ് ഓർ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഉള്ള തേർഡ് പാർട്ടി ആപ്പുകൾ. ഉദാഹരണത്തിന് ക്രെഡിറ്റ് ബി, പൈസ ബസാർ, ഇന്ത്യൻ പുള്ളി, അങ്ങനെ ഇത് അവരുടെ പ്രൊമോഷൻ കിട്ടാം. അതൊക്കെ ഇതല്ലാതെയും ഒരുപാട് മറ്റ് ആപ്പുകളുണ്ട്. എല്ലാവരും സിബിൽ സ്കോർ വെച്ചിട്ട് നമ്മുടെ റേറ്റിംഗ് നോക്കിയിട്ട് നമുക്ക് ലോൺ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ലോൺ അനുവദിച്ചിരുന്ന ആപ്പുകളാണ്. അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് പറയാം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ കിട്ടും. ക്രെഡിറ്റ് സ്കോർ അടിപൊളിയാണെങ്കിൽ അത്യാവശ്യം ഒരു 750 പ്ലസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ലോണാണ്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടത്തും പോകണ്ട. ഇപ്പം നിന്ന് ജസ്റ്റ് ഒരു ഫിംഗർ ടിപ്പിൽ തന്നെ നമുക്ക് ലോൺ കിട്ടും, അക്കൗണ്ടിൽ പൈസ വരും. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്. ഈ പിന്നെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരാളുടെ സംഭവം. അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് ഇതേപോലെ പെട്ടെന്നൊരു ലോൺ ആവശ്യം വന്നു, ഒരു അത്യാവശ്യം. അപ്പോൾ ഇപ്പോൾ സാധാരണ ബാങ്കിലൊക്കെ ആൾക്കാർ ഇപ്പോൾ പോകാൻ മൈബുക്കിങ് കാണിക്കുന്നതെന്ന് വെച്ചാൽ 100 കാര്യങ്ങൾ വേണം. അത് ഇപ്പോൾ നമ്മൊരു വീട് പണിയാനാണ്. അപ്പോൾ ലാൻഡ് ടാക്സ്, ലാൻഡിൻ്റെ എഗ്രിമെന്റ്, സ്വന്തം വീടാണെന്ന് അറിയണം. അപ്പം അതിൻ്റെ തെളിവുകൾ ഒരുപാട്. അല്ലെ, ആധാരം വെച്ചിട്ടാണ് ലോൺ എടുക്കണമെങ്കിൽ ആധാരം പ്ലെജ് ചെയ്യണം. അപ്പൊ പോക്ക് വരവ്, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ അതിന്റെ പുറകെ നമ്മൾ ചെയ്തിട്ടാലേ ബാങ്കുകാർ പൈസ തരുള്ളൂ. അപ്പൊ ചെറിയ എമൗണ്ട് ഉണ്ട് ഈ പറഞ്ഞ മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ തരുന്നത് കൂടുതലും. അതായത് 10 മാസം, 1 വർഷത്തിൽ താഴെയുള്ള സംഭവങ്ങളായിരിക്കും കൂടുതൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് അത്യാവശ്യം കൂടുതലായിരിക്കും. ഇപ്പൊ ചിലത് 24, ചിലത് 12, 13, 13, 15, അതിന് മുകളിലോട്ടാണ് കൂടുതൽ ഇതിന്റെ സംഭവങ്ങൾ വരുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, ഒരാവശ്യം വന്നു, അതപ്പം തന്നെ ഇതേപോലെ ഒരു ആപ്പ് എടുത്തു, ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവര് പല സ്കീമും കാണിച്ചു കൊടുത്തു. ഏറ്റവും ബെസ്റ്റ് ഏതായാലും എന്നോട് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ അഭിപ്രായം പറഞ്ഞു കൊടുത്തു. ഇത് എല്ലാത്തിലും കമ്പാരിറ്റീവ് ഇൻട്രസ്റ്റ് ഈ ഒരു സ്കീമിനാണ് ഇൻട്രസ്റ്റ് കുറവെന്ന് പറഞ്ഞു. അതായത് അവൻ ഒരു ആപ്പിനെ ആണ് എടുത്ത്. ആപ്പിൽ അവർ കുറെ സജഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര രൂപക്ക് ഇത്ര അടക്കണം, ഇത്ര വേണ്ടി വരും. അപ്പം എങ്ങനെ അതിൽ തന്നെ പല മാസത്തിൻ്റെ ഉണ്ടായിരുന്നു, 12, 24, 36 അങ്ങനെ. അപ്പം ഏതിലാണ് ഇൻട്രസ്റ്റ് കുറവെന്നൊക്കെ ഉള്ളത് അവിടെ ചോദിച്ചായിരുന്നു. ഞാനപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തു. അപ്പം അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഈ സംഭവം വളരെ നല്ലതാണ്. കാരണം പെട്ടെന്ന് കാശിന് ആവശ്യം വന്നു, ഇതേപോലെ ഒരു ആപ്പിൽ എടുത്തു, അപ്ലൈ ചെയ്തു, ഇൻസ്റ്റന്റ് മണിയാണ്, പെട്ടെന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനതൊരു വലിയൊരു മെച്ചമാണ്. ആരുടെയും പുറകെ കിടക്കണമെന്നില്ല. കാരണം ഇപ്പം അറിയാലോ എല്ലാവർക്കും സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ കറക്റ്റായിട്ട് അക്കൗണ്ടിൽ ത്രൂ ഡെബിറ്റ് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളില്ല. അപ്പോൾ അതുപോലെ അത് ഭയങ്കര ആശ്വാസമാണ്. ഈ സംഭവം തന്നെ വേറൊരാൾക്ക് അതിൻ്റെ റിവേഴ്സ് ആയിട്ടാണ് വന്നത്. പുള്ളി ഇതേപോലെ പൈസക്ക് ആവശ്യം വന്നപ്പോൾ ഇത് 10 രൂപ ലോൺ അപ്ലൈ ചെയ്തു, സാങ്ഷനായി, കിട്ടി. പക്ഷേ ഇത് പുള്ളി എടുത്തത് ഒരു 2019 നവംബറിലാണ്. 2019 നവംബറിലാണ് പുള്ളി ഈ ലോൺ എടുത്തത്. എന്നിട്ട് 8 മാസം, 10 മാസമാണ് പുള്ളിക്ക് അടവുള്ളത്. 9,000 ചില്ലറ പുള്ളിക്ക് കിട്ടിയത്. 900 ചില്ലറ അടവ് വരും. ഈ 9,000 ചില്ലറ ലോൺ പാസ്സായതിനകത്ത് കുറച്ച് പ്രോസസ്സ് ഫീയും
ഇൻഷുറൻസും പിന്നെ എന്തൊക്കെയോ ചില്ലറയും കട്ടായിട്ടാണ് പുള്ളിയുടെ അക്കൗണ്ട് വീണത്. എങ്കിൽ പോലും ഈ കട്ടായ പൈസ കുറക്കാതെ ആണെങ്കിൽ പോലും ഈ 10 രൂപ 9 രൂപ ആണെങ്കിൽ ആ 9 രൂപ തന്നെ അടച്ചാൽ മതി, കൂട്ടുമ്പോൾ അത്രയും തന്നെ വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വന്നത്. അപ്പോൾ പുള്ളി 8 മാസം കറക്റ്റ് അടച്ചു. 8 മാസം അടച്ചു വരുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ ഒരു ജൂൺ ജൂലൈ എത്തി. അപ്പോഴത്തേക്കും മറ്റേ 2020 മൊറട്ടോറിയം ലോക്ക്ഡൌൺ സമയത്തുകൊണ്ട് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു RBI. പുള്ളിക്ക് മൊറട്ടോറിയം വേണോ ഇല്ലയോ എന്നുള്ളത് ഈ തേർഡ് പാർട്ടി ആപ്പുകാർ ചോദിച്ചിട്ടുണ്ടായില്ല. രണ്ടാമത്തെ കാര്യം, 2 അടവും കൂടി പുള്ളിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 6 മാസം മൊറട്ടോറിയം പുള്ളി ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഇവര് അക്കൗണ്ടിൽ എടുക്കാത്തതുകൊണ്ട് പുള്ളിയോട് ആരോ പറഞ്ഞു മൊറട്ടോറിയം ഉള്ളതുകൊണ്ടാണ് അവരെടുക്കാത്തത്. അങ്ങനെ പോയി. അതിനുശേഷവും മൊറട്ടോറിയം കഴിഞ്ഞു സെപ്റ്റംബറൊക്കെ കഴിയുമ്പോൾ 6 മാസം മൊറട്ടോറിയം പീരീഡ് കഴിഞ്ഞെങ്കിൽ പോലും പുള്ളി അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്തില്ല. പുള്ളിക്ക് അറിയാൻ പാടില്ല ഇതിൻ്റെ ഓഫീസ് എവിടെയാണ്, ആരോട് ചോദിച്ചാൽ അറിയാം എവിടെയാണ് എന്താണ്. അപ്പോൾ പുള്ളി റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ലോൺ അപ്ലൈ ചെയ്തപ്പോൾ ഈ ഇന്ന സ്ഥലത്ത് നിന്ന് എടുത്ത ലോൺ പെൻഡിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ലോൺ പാസ്സായില്ല. പുള്ളിയുടെ ക്രെഡിറ്റ് സ്കോർ നോക്കിയപ്പോൾ 570. അപ്പോൾ അതൊരു ഡിഫോൾട്ട് കണ്ടു. അപ്പോൾ ഡിഫോൾട്ട് കണ്ടുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ക്രെഡിറ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോൾ ഇന്ന സ്ഥലത്ത് എടുത്ത ലോൺ പെൻഡിങ് ആണ്, 540 ദിവസമായിട്ട് പെൻഡിങ് ആണ്. അപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ ഒരു തേർഡ് പാർട്ടി ആപ്പിൽ കൂടി ലോൺ എടുത്തു, 8 മാസം വരെ അടച്ചു. അപ്പോഴത്തേക്കും മൊറട്ടോറിയം വന്നു. അതായത് നവംബറിലാണ് ഈ ലോൺ എടുക്കണം. അതായത് 2019 നവംബറിലാണ് പുള്ളി ലോൺ എടുക്കുന്നത്. നവംബറിൽ ലോൺ എടുത്തു. 8 മാസം കറക്റ്റ് 10 മാസത്തേക്കായിരുന്നു. അതായത് 9,000 ചില്ലറയാണ് ലോൺ കിട്ടിയത്. 9,000 ചില്ലറ വെച്ചാണ് ഒരു മാസം അടക്കുന്നത്. അങ്ങനെ 10 മാസത്തേക്കാണ് ഇതിൻ്റെ ലോൺ പറഞ്ഞു വെച്ചത്. അതായത് ഒരു ജൂൺ വരെ കറക്റ്റായിട്ട് പോയി. അപ്പോഴത്തേക്കാണ് ഈ മൊറട്ടോറിയം വന്നതും 6 മാസത്തേക്ക്. ഇവർ വിളിച്ചന്വേഷിച്ചില്ല. പുള്ളിക്ക് ശരിക്കും മൊറട്ടോറിയം ആവശ്യം ഉണ്ടായിരുന്നില്ല, പുള്ളിയുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നു എടുക്കാനായിട്ട്. പക്ഷേ ഇവരെ എവിടെയുള്ള ഏതാണ് എങ്ങനെയാണ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ആരും വിളിച്ചില്ല. തന്നെ മൊറട്ടോറിയം അപ്പോൾ പുള്ളിയുടെ അക്കൗണ്ടിൽ പൈസ എടുക്കാത്തതുകൊണ്ട് തന്നെ പുള്ളി വിചാരിച്ചു എന്നാൽ മൊറട്ടോറിയം ചെയ്തുകൊണ്ടായിരിക്കും ഇവർ എടുക്കാത്തത്. അപ്പോൾ എടുത്തില്ല. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ മൊറട്ടോറിയം കഴിഞ്ഞെങ്കിൽ പോലും എടുക്കുന്നില്ല. പുള്ളിക്ക് അത്യാവശ്യം ഒരു 40+ ഏജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അറിയില്ല ആര് വിളിച്ചാലാണ് കിട്ടണത്, ഓഫീസ് എവിടെയാണ്, ആരും നേരിട്ട് കണ്ടിട്ടില്ല. ആപ്പ് ത്രൂ ആണ് ചെയ്തുകൊണ്ട് തന്നെ പുള്ളിക്ക് അറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളി ആരും വിളിക്കാത്തതുകൊണ്ടും പുള്ളി അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. ഇപ്പോൾ പുള്ളിക്കൊരാവശ്യം ഈ റീസെൻ്റ് ആയിട്ട് വന്നപ്പോൾ പുള്ളി ലോൺ അപ്ലൈ ചെയ്തപ്പോഴാണ് ക്രെഡിറ്റ് സ്കോറിൽ ഇത്രയും കുറവ്, ഇവിടെ പെൻഡിങ്. അപ്പോൾ പുള്ളി ഇത് എങ്ങനെ അടക്കും എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പോലും അവരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ചെയ്ത് നോക്കിയപ്പോൾ ഇന്ന ബാങ്കിൽ നിന്ന് ഫിനാൻസിൽ നിന്നാണ് പെൻഡിങ് എന്ന്. അപ്പോൾ അങ്ങനെ ഫിനാൻസിയറുടെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതൊരു തേർഡ് പാർട്ടി ആപ്പിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ തേർഡ് പാർട്ടി ആപ്പിൽ നിന്ന് നോക്കിയപ്പോൾ ടോൾ ഫ്രീ നമ്പറാണ് കണ്ടത്. അപ്പോൾ ഓഫീസ് ഡൽഹിയിലുമാണ്. മറ്റു ബ്രാഞ്ചസ് എവിടെയാണെന്ന് അതിനത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇതാണ് സംഭവം. സംഭവം ഇത് അടിപൊളിയാണ്. പെട്ടെന്ന് ലോൺ കിട്ടും, കറക്റ്റായിട്ട് അടച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിബിൽ സ്കോറും കൂടും, പെട്ടെന്ന് ഇവിടെ അടുത്ത സെറ്റ് ഓഫ് ലോൺ കിട്ടും. പക്ഷെ ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. കാരണം ആരും വിളിച്ചില്ലെങ്കിൽ തന്നെ ഈ മാതിരി നമുക്കറിയില്ല എവിടെയാണ് ഓഫീസ്, എവിടെയാണ്, ആരും കണ്ടില്ല. അപ്പോൾ ഇൻ കേസ് നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതുവരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഇൻ കേസ് ചില പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് പോയി അന്വേഷിക്കാനുള്ളൊരു സെറ്റപ്പ് ഇതിനകത്ത് കുറവാണ്. ഇതിനെക്കാളും കുറച്ചും കൂടി സുഖമാണ് എൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടുള്ള നമ്മുടെ ഡീലിങ്സ് ഒക്കെ. അല്ലെങ്കിൽ ബജാജ് ഫിനാൻസ് പോലത്തെ അവരുടെയും പ്രൊമോഷനുകളുണ്ടോ അവരുടെയൊക്കെ കാർഡ് വെച്ചിട്ട് നമ്മൾ മറ്റേ പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യില്ലേ, കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് പോകുമ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ അവിടെ ഓഫീസൊക്കെ അന്വേഷിക്കാം. അതുപോലെ കസ്റ്റമർ കെയറൊക്കെ നമ്മൾ വിളിച്ച് അന്വേഷിക്കും. സാർ ഇന്ന ലോൺ എത്ര പ്രീ അപ്രൂവൽ ലോൺ പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് അടക്കാറായിട്ടുണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് മെസ്സേജെങ്കിലും അറ്റ്ലീസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഡീൽ ചെയ്യാം. ഇത് അത്രയും പുള്ളിക്ക് വന്നില്ല എന്നുള്ള പുള്ളിയുടെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ പോലും ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ പറഞ്ഞൊരു ഫ്രണ്ട് ഇതേപോലെ ക്രെഡിറ്റ് നിന്ന് ഇങ്ങനെ ലോൺ എടുക്കുകയും ചെയ്തു, അടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ലോൺ പാസ്സായപ്പോഴത്തേക്കും കൂടുതൽ ഹയർ എമൗണ്ട് വരെ അവന് പ്രീ അപ്രൂവായിട്ട് വന്നിട്ടുണ്ട്. എടുക്കാം എടുക്കാതിരിക്കാം എന്നുള്ള സെറ്റപ്പിൽ. അപ്പോൾ അതാണ് ഇതിനകത്ത് ഗുണമുണ്ട് ദോഷമുണ്ട്.
പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എലാബറേറ്റ് തന്നെ ചെയ്യാം, എൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.